അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. പരിശുദ്ധ റമദാൻ നമ്മൾ ഉച്ചക്ക് പറഞ്ഞ പോലെ ഒരുപാട് ചരിത്രങ്ങൾക്ക് സാക്ഷിയായ ഒരു മാസം കൂടിയാണ്. ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക്. അതിൽ വളരെ പ്രധാനപ്പെട്ട സംഭവമാണ് ബദർ യുദ്ധം. നമ്മൾ ഉച്ചക്ക് പറഞ്ഞിട്ടുണ്ട്, ബദർ യുദ്ധം ഒരു യുദ്ധമല്ല. ശരിക്കും പറഞ്ഞാൽ അത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മദ്രസയാണ്. ആദർശപരമായ ഒരുപാട് അറിവുകൾ, പാഠങ്ങൾ ആ യുദ്ധത്തിൽ നിന്നും മുസ്ലിമീങ്ങൾക്ക് പഠിച്ചെടുക്കാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പൊ എവിടെത്തി നിൽക്കുന്നു? നിങ്ങൾ ആരും ഉച്ചക്ക് ഉണ്ടായിട്ടില്ല അല്ലേ? കുറച്ചാൾക്കാരെ ഉണ്ടായിട്ടുള്ളൂ. ഒറ്റൊരു കാര്യം മനസ്സിലായിക്കോളെ, നമ്മൾ സാധാരണ ബദരീങ്ങളും ബദറിലെ ശുഹദാക്കളും ഒക്കെ പറയപ്പെടലും അറിയപ്പെടലും അവരെ വിളിച്ച് പ്രാർത്ഥിക്കാനും അവർക്ക് റാത്തീബ് കഴിക്കാനും നേർച്ച കഴിക്കാനും, അവർ നമ്മളെ അറിയും, നമ്മൾ പറയുന്ന കേൾക്കും, നമ്മൾ വിളിക്കുന്ന കേൾക്കും, അവർ നമ്മുടെ വിഷയത്തിൽ ഇടപെടും എന്നൊക്കെയാണ് ഒരു അന്ധവിശ്വാസം. അത് സത്യമല്ല, അന്ധവിശ്വാസം. പക്ഷെ ഇപ്പം ബദരീങ്ങൾ നിൽക്കുന്ന എവിടെയാണെന്നറിയോ? 1446 കൊല്ലങ്ങൾക്ക് മുമ്പ് സിറിയയിൽ നിന്ന് മടങ്ങുന്ന അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ കാത്ത് ബദറിൽ തമ്പ് കെട്ടി ഇരിക്കുകയാണ് ആരൊക്കെ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും 300 ചില്ലാനം സഹാബാക്കളും ബദരീങ്ങളും ഔലിയാക്കളും. പക്ഷെ അവരൊരു പ്രധാനപ്പെട്ട കാര്യം അറിയുന്നില്ല. എന്താണെന്നറിയോ? അബൂ സുഫിയാനും കച്ചവട സംഘവും ജിദ്ദ വഴി മക്കത്ത് എത്തിക്കഴിഞ്ഞു. ഇതവരെ അറിയുന്നില്ല. അവരെവിടെയുണ്ട്? ബദറിലുണ്ട്, കാത്തു നിൽക്കാൻ. ആരടക്കം? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കം കാത്തു നിൽക്കാൻ, ഹയാത്തോടെ, ജീവനോടെ. എന്തറിയുന്നില്ല? വറക്ബു അസ്ഫല മിൻകും, നിങ്ങളുടെ താഴ്ഭാഗത്തുകൂടി ആ സംഘം അങ്ങ് പോയി. അതുപോലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന റസൂൽ അറിഞ്ഞിട്ടില്ല. ബദറിൽ പങ്കെടുത്ത ഔലിയാക്കൾ അറിഞ്ഞിട്ടില്ല. പിന്നെ മരിച്ചതിന് ശേഷം എങ്ങനെ അറിയും? ഇതെന്ത് പൊട്ടത്തരായി പറയുന്നു? ഹയാത്തോടെ, ജീവനോടെ ഉള്ള സമയത്ത് അപ്പുറത്ത് നടക്കുന്ന കാര്യം ഇവിടുന്ന് വരെ അറിയുന്നില്ല. പിന്നെന്താ അർത്ഥത്തിലാ ബദരീങ്ങളെ വിളിക്കുക? പിന്നെന്താ അർത്ഥത്തിലാ അവര് കാണും, കേൾക്കും, ഇടപെടും എന്ന് പറയാ? അവർക്ക് അവരെ കാര്യം തന്നെ അറിയുന്നില്ല. ഉലമാര് പറ്റിക്കാണ് സാധാരണക്കാർ. അതുകൊണ്ടാണ് ആ മൗലവി പറഞ്ഞത്, ബദർ ഇതെന്തിനാ ഉണ്ടായത്? ബദർ മൊഴി കഴിക്കാനും ബിരിയാണി കഴിക്കാനും. ശരിയാണ്, അവർക്കതാണ്. പക്ഷെ നമുക്കതല്ല. നമുക്ക് ആദർശം പഠിക്കാൻ വേണ്ടി ഉണ്ടായല്ല. നമുക്ക് ആദർശം പഠിക്കാൻ വേണ്ടി ഉണ്ടായല്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്വസ്ഥനാണ്. ഒന്നും അറിയാൻ കഴിയുന്നില്ല. അതെങ്ങനെയെന്ന് അറിയാണ്ടിരിക്കല്? മുഅ്ജിസത്തുള്ള അള്ളാഹുവിന്റെ ഹബീബായ അഷ്റഫുൽ മഖ്ലൂഖാത്തായ അർശിന്റെ അടുത്ത് മിഅ്റാജിന് പോയ, കലിമത്തു തൗഹീദിന്റെ ബാക്കി ഭാഗത്ത് അല്ലാഹ് പേര് ചേർത്ത മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് ഒന്നും അറിയുന്നില്ല. എവിടെ ഉണ്ട് ഇപ്പൊ ആ കച്ചവട സംഘം? എന്താ നടക്കുന്നത്? എന്താ ചെയ്യേണ്ടത്? അസ്വസ്ഥനാണ്. ഇത് ശരിക്കും നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ഈ പറഞ്ഞ അർത്ഥത്തിലാണെങ്കിൽ എന്തു പറയും? കണ്ടോ മൗലവി പറയുന്നുണ്ടോ റസൂൽ ഒന്നും അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്താ ചെയ്തെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവും പുറപ്പെട്ടു. ഒട്ടകത്തിന്റെ പുറത്ത് കയറി വിവരം അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങി. എന്താ സംഭവിക്കുന്നത് അറിയാണ്ട്. ഇത് കാണുന്നില്ല. നേരത്തെ 2 ആൾക്കാർ വന്ന് പറഞ്ഞ പ്രകാരം കച്ചവട സംഘം എത്തേണ്ട സമയമായി, പക്ഷെ കാണുന്നില്ല. പക്ഷെ യാത്രാമധ്യേ ചില ഗ്രാമവാസികളൊക്കെ പലതും പറയുന്നത് കേൾക്കുന്നു. മക്കത്തുനിന്നൊരു പട പുറപ്പെട്ടിട്ടുണ്ടെന്നാ കേൾക്കുന്നത്. അറാബികൾ പറയാണ്, മരുഭൂമി താമസിക്കുന്ന ആൾക്കാർ. ഈ 2 മഹാന്മാരും പോവാണ്. ആരൊക്കെ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മൗലമാർ എന്താ പ്രസംഗിച്ചത്? സിയമ്മയുടെ ഊര് എന്തറിയും? ഈ ഭൂമിയിൽ ഉള്ള കോടിക്കണക്കിന് ഇലകളിലൊന്ന് ഉണങ്ങി താഴെ വീഴുന്നത് സിയമ്മിന്റെ അറിവോടുകൂടിയായിരിക്കും. അവൻ കള്ളനാണ്, ചതിയനാണ്, വഞ്ചകനാണ്. ആ പ്രസംഗിച്ചു. അള്ളാഹിന്റെ റസൂൽ അറിയുന്നില്ല. ഈ പ്രവാചകനും ആരൽ താജുൽ ഔലിയ ആരാ? കാന്തപുര നോമ്പിന് പിന്നെ ആ പേരെന്നെ നാവില് വരുന്നു. ആരാ താജുൽ ഔലിയ?
ആരാ ഖുതുബുൽ അഖ്താബ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ലോകത്ത് നിയോഗിക്കപ്പെട്ട അംബിയ മുർസലീങ്ങൾ സ്വർഗത്തിൽ പോയതിനു ശേഷം ബാക്കിയുള്ള എല്ലാ ജനതയിലും ആദ്യം സ്വർഗത്തിൽ പോകുന്ന ആള് അബൂബക്കർ സിദ്ദീഖാൻ റളിയല്ലാഹു അൻഹു. ആ വലിയ നടക്കുന്നു നബിന്റെ കൂടെ, റസൂലിന്റെ കൂടെ. എന്താ സംഭവിച്ചെന്നറിയാൻ ഇങ്ങനെ പോയി 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 ഒരു വയസ്സം കാക്കാനെ കണ്ടു. ഇമാം ദഹബി അദ്ദേഹത്തിന്റെ താരീഖിൽ ഉദ്ധരിക്കാൻ, ഒരു അറാബി. നമ്മൾ രണ്ടാളും ആരാണ് എന്താണെന്ന് അറാബിനെ അറിയിക്കാനും പറ്റൂല, പക്ഷെ അയാൾക്ക് എന്തെങ്കിലും അറിവ് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അല്ല എന്തല്ലോ പറയുന്നു കേൾക്കുന്നല്ലോ, യുദ്ധതന്ത്രമാണ്, കളവ് പറയാം യുദ്ധത്തിൽ. മദീനത്ത് നിന്ന് മുഹമ്മദും ടീമും എല്ലാം വന്നിട്ടുണ്ട് നബിയാ പറയുന്നു. അവിടെ മക്കത്ത് നിന്ന് മറ്റേ പട്ടാളക്കാരൊക്കെ വരുന്നുണ്ട് തന്നെ ഒരു ചർച്ച ഇങ്ങനെ ആൾക്കാർ പറയുന്നത് കേൾക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? അറബി യേശു മൻ അൻതുമ, ഇവിടെ ഒന്നും കണ്ടിട്ടല്ലോ, നിങ്ങളാണ് രണ്ടാൾക്കാർ. അറബി കാട്ടറബികൾ എന്തോ അല്ല, കാരണം ഖുറൈശി നല്ല ഗ്ലാമറുള്ള രണ്ട് മനുഷ്യന്മാര്. മൻ അൻതുമ, അല്ല നമ്മൾ ആരും ആയിക്കോട്ടെ, എന്തെങ്കിലും അറിയോ, എന്തെങ്കിലും കേട്ടിനോ? നിങ്ങൾ ആര് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, എൻ്റെ അടുത്തൊരു വിവരം കിട്ടിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കാര്യം പറഞ്ഞാൽ നമ്മൾ എവിടുന്നാ നമ്മളും പറയാം. അറാബി പറഞ്ഞു, മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളും മദീനത്ത് നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അവര് പുറപ്പെട്ട ടൈം വെച്ച് നോക്കിയാൽ ഇന്ന സ്ഥലത്ത് എത്തേണ്ട സമയമായി. അവിടെ തമ്പിടിച്ചിട്ടുണ്ട് ഇപ്പൊ സഹാബാക്കൾ. അറബി പറയാണ്, അവര് പുറപ്പെട്ട ടൈം നോക്കിയാൽ അവർ ഇവിടെ എത്തേണ്ട സമയമായിട്ടുണ്ട്. ഇപ്പുറത്തുനിന്ന് അബൂജഹലും ഖുറൈശി പട്ടാളവും പുറപ്പെട്ടിട്ടുണ്ട്. അവര് പുറപ്പെട്ട സമയം നോക്കിയാൽ അധികം വൈകാതെ അവരും എത്താറായി. റസൂലുള്ളാഹി തങ്ങൾക്ക് ഉറപ്പായി, അബൂ സുഫിയാൻ പോയിട്ടുണ്ട്, ഖുറൈശി പട്ടാളം വരുന്നുണ്ട്. അന്നേരം അറിയുന്നു. അതിന് മുമ്പ് അറിയാത്തത് എന്താ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കാത്തത്? നമ്മളിപ്പോഴും ബദർവാലിയും പാടിയിട്ട് നടക്കുക, ഇപ്പോഴും ബദരീങ്ങളെ വിശ്വസിച്ച് നടക്കുക, വരവേൽപ്പിച്ചിട്ട് നടക്കുക, ഇപ്പോഴും നേർച്ചക്ക് ആടിനെയും കൊയിനെയും കൊടുത്തിട്ട് നടക്കുക. ഈ അറാബി പറയുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുന്നത് പട്ടാളക്കാരാണ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ശരി, അപ്പൊ അറാബി പറഞ്ഞു, പോല്ല, ഞാൻ വിവരം തന്നില്ലേ, നിങ്ങൾ ആരാന്ന് പറ, നിങ്ങൾ എവിടെന്നാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഹ്നു മിൻ മാഇൻ, നമ്മൾ വെള്ളത്തിൽ നിന്നാണ്. എന്നിട്ട് പോയി. എന്താ ഉദ്ദേശം? ബീജം. നമ്മൾ ബീജത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട രണ്ടാൾക്കാരാണ്. ദ്വയാർത്ഥമുള്ള പദങ്ങൾ ചില സമയത്ത് ഉപയോഗിക്കേണ്ടി വരും. നമ്മൾ വെള്ളത്തിൽ നിന്നാണ്. അറാബിക്ക് ഒന്നും തിരിഞ്ഞില്ല. അപ്പോഴത്തേക്ക് രണ്ടാളും പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ബദറിലെത്തി, തിരിച്ചെത്തി. റസൂലുള്ളാഹി തങ്ങൾക്ക് ഉറപ്പായി പട്ടാളം വരുന്നുണ്ട്. അസ്വസ്ഥനായി. എന്ത് ചെയ്യും? വന്ന അനുയായികൾ യുദ്ധത്തിന് വന്നല്ല, അവരെന്ത് കാത്തു നിൽക്കുക? അബൂ സുഫിയാന്റെ കച്ചവട സംഘവും ആ 40 ആൾക്കാർ മാത്രമേ ആ കൂട്ടത്തിലുള്ളൂ. അവരെ പെട്ടെന്ന് അങ്ങ് കശാപ്പ് ചെയ്ത് ഈ വമ്പിച്ച 50,000-ഓളം സ്വർണ്ണ നാണയം അടങ്ങുന്ന ആ സ്വത്തും കൊണ്ട് മദീനത്തേക്ക് തിരിച്ചു പോകുന്നതും സ്വപ്നം കണ്ടിട്ടാണ് ബദരീങ്ങൾ അവിടെ ഇരിക്കുന്നത്. അവരെന്താ അറിയുന്നില്ല, ഒരു വമ്പിച്ച പടയോട് യുദ്ധം ചെയ്യേണ്ടി വരും നാളെ. ഈ കഥ അവർ അറിയുന്നില്ല. അന്നേരം മൊയ്ലാന്മാര് ആടിനെ നേർച്ചയാക്കിയിട്ട് പറയുന്ന ബദരീങ്ങളെല്ലാം അറിയും? ഇല്ല, അറിയൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി നേരെ നിസ്കാരത്തിലേക്ക് പോകും. അസ്വസ്ഥനായി. ഇനി അള്ളാഹുവിനെ ഇടപെടിപ്പിക്കലല്ലാണ്ട് വേറെ വഴിയില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മുസ്ലിം പട്ടാളക്കാർ 2 അടിമകളെ പിടിച്ചോണ്ടിരുന്നു. ആഫ്രിക്കക്കാര്. അവര് ബദറിൽ കിണറ്റുന്ന വെള്ളം കോരാൻ വന്നതാ. മുസ്ലിം പട്ടാളക്കാരെ കൈമലപ്പെട്ടു. ഈ 2 ആൾക്കാരെയും കൊണ്ടുവന്നിട്ട് മുസ്ലിം പട്ടാളക്കാരെ ചോദ്യം ചെയ്യാണ്. എവിടെന്നാ നീ? അബൂ സുഫിയാന്റെ, കാരണം അവർക്കിത് അറിയില്ലല്ലോ, ഈ യുദ്ധത്തിന് വന്ന പട്ടാളക്കാർ വിവരം അവർക്കില്ല ബദരീങ്ങൾക്ക്. നീ അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തിലുള്ള ആളല്ലേ? അപ്പൊ അടിമകൾ പറഞ്ഞു, അല്ലപ്പാ, നമ്മളറിയില്ല, നമ്മ മക്കത്ത് നിന്ന് വന്ന പട്ടാളക്കാർക്കുള്ള സേവകന്മാരായിട്ട് വന്നതാ. ഏത് പട്ടാളം? കളവ് പറയുന്നോ? ഇയാളെ അടിക്കാൻ തുടങ്ങി. ഈ അടിമകൾ പറയുന്നത് സത്യമാണ്. പക്ഷെ ഈ ബദരീങ്ങളെ വിശ്വാസപ്രകാരം പട്ടാളം പുറപ്പെട്ട അറിയുന്നില്ല. അവർ വിചാരിക്കുന്നത് എന്താ? അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തിലെ ജോലിക്കാരെന്നാണ്. കളവ് പറയല്ല. അബൂ സുഫിയാൻ ഇപ്പൊ എവിടെ എത്തി? കച്ചവട സംഘം എവിടെയുണ്ട്? ഇവര് പറയുന്നത് നമുക്കറിയില്ല, നമ്മൾ വേറെ പടറിന്റെ കൂടെ വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കഴിഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞു, അവർ സത്യം പറഞ്ഞപ്പോൾ നിങ്ങൾ അവരെ അടിച്ചു, കളവ് പറഞ്ഞപ്പോൾ നിങ്ങൾ അവരെ വിശ്വസിച്ചു.
അവർ സത്യം പറഞ്ഞതാണ്. ഏത്? അവർ പട്ടാളത്തിനടുത്ത് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പം ബദരീങ്ങൾക്ക് മനസ്സിലായി പൊട്ടിട്ടുണ്ട്. അബൂ സുഫിയാൻ പോയി യുദ്ധം ചെയ്യേണ്ടി വരും. കൈമലൊന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ടടിമകളോട് ചോദിച്ചു, ആരൊക്കെ ഉണ്ട് ആ പട്ടാളത്തിൽ? അവർ പറഞ്ഞു, അബുൽ ഹക്കം, അബൂജഹൽ, അംർ ബിൻ ഹിഷാം, ഉത്ബ, ഷൈബ, ഉഖബ ഇബ്നു അബി മുഈത്ത്, നേരത്തെ പറഞ്ഞ നമ്മൾ, ഉബയ്യ് ഇബ്നു ഖലഫ്, ഉമയ്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടപ്പോൾ പറഞ്ഞു സഹാബാക്കളോട്, മക്ക അതിൻ്റെ കണ്ണും കരടും മുഴുവനും കൊണ്ടുവന്നിട്ടുണ്ട്, തയ്യാറായിക്കോളൂ. ആരൊക്കെയാണോ 10 കൊല്ലം മുമ്പ് പീഡിപ്പിച്ചത് അതിനെ മുഴുവൻ അള്ളാഹു മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ ചോദിച്ചു, എത്ര ആൾക്കാരുണ്ട് ആ കൂട്ടത്തിൽ? അവരൊന്നും അതറിയില്ല, നമ്മൾ വെറും പണിക്കാരാണ്. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അവർ ഭക്ഷണം കഴിക്കാൻ ഒരു ദിവസം എത്ര ഒട്ടകത്തെ അറുക്കും? അപ്പൊ പറഞ്ഞു അറബികൾ, ഈ അടിമകൾ പറഞ്ഞു, ഒരു ദിവസം 10 ഒട്ടകത്തിന് അറുക്കും. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, എങ്കിൽ അവർ 900-ൻ്റെയും 1000-ൻ്റെയും ഇടയിലുണ്ട്. കാരണം 100 ആൾക്കൊരൊട്ടകം, 10 ഒട്ടകമാകുമ്പോൾ 1000 ആൾ. അവർ വിട്ടയച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്വസ്ഥനാണ്. എന്ത് ചെയ്യും? ഈ പട്ടിണി പാവങ്ങളെയും കൊണ്ട് എന്ത് യുദ്ധത്തിന് പോവാനാണ്? ഒരു പിടുത്തം കിട്ടുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന പട്ടാളക്കാരെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു, അയ്യുഹന്നാസ് അശീറു അലൈഹി, പറയും എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ നിൽക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ അബൂജഹലിന്റെ നേതൃത്വത്തിൽ 1000-ഓളം വരുന്ന വമ്പിച്ചൊരു സൈന്യം നമ്മളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ബദറിലേക്ക് വരുന്നുണ്ട്. അബൂ സുഫിയാൻ രക്ഷപ്പെട്ടു പോയി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? യുദ്ധം ചെയ്യണോ അതല്ല തിരിച്ചു പോകണോ? തിരിച്ചു പോയാൽ അത് വമ്പിച്ച പരാജയമാണ്. എന്തുകൊണ്ടാണെന്നറിയോ? മദീനത്ത് മുനാഫിഖീങ്ങളും ജൂതന്മാരും കാത്തിരിക്കുകയാണ്. അഥവാ ഇവര് പരാജയം സമ്മതിച്ച് തിരിച്ചു പോയാൽ ജൂതന്മാരും മുനാഫിഖീങ്ങളും രംഗത്തിറങ്ങും. ഇവര് കുഴപ്പമില്ല, പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ പറ്റിയ ടീമാന്ന് അവർക്കൊരു ഉറപ്പ് കിട്ടും, അവിടെ പോകാൻ പറ്റൂല. എന്ത് ചെയ്യണം? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു, യാ റസൂലല്ലാഹ് ഇംദി നംദി മഅക്, ഇറങ്ങിക്കോളും യുദ്ധത്തിന്, നമ്മൾ ബാക്കിൽ ഉണ്ടാവും. നമ്മൾ 13 കൊല്ലമായിട്ട് അള്ളാനെയും പഠിച്ചിട്ട് വരുന്ന ആൾക്കാരാ. നമ്മൾ 13 കൊല്ലമായി പഠിച്ചുകൊണ്ടിരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ എന്ന കലിമയാണ്, ഹസ്ബി അല്ലാഹ് എന്ന മുദ്രാവാക്യമാണ്. അവിടെ കൈമല് വസ്തുക്കളില്ല, ആയുധമില്ല, ഭക്ഷണമില്ല, വാഹനമില്ല. ഇതൊരു പ്രശ്നമല്ല നമുക്ക്. നമ്മുടെ വിശ്വാസം അള്ളാഹുവിനാണ്. അന്ന് ഇറങ്ങിക്കോളി, നമ്മൾ ബാക്കിലുണ്ട്. റസൂലുള്ളാഹിക്ക് സന്തോഷായി. എന്നിട്ടും പറയാണ്, അശീറു അലയ്യ അയ്യുഹന്നാസ്, ജനങ്ങളെ ഒന്നുകൂടെ പറ, എന്ത് ചെയ്യണം? 2ാം പ്രാവശ്യം. ആരായിരിക്കും എഴുന്നേറ്റിട്ടുണ്ടാവുക? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് ഇതേ വർത്താനം പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞ പോലെ. അപ്പോഴും റസൂലുള്ളാഹി ചോദിക്കുന്നു, അശീറു അലയ്യ അയ്യുഹന്നാസ്, ജനങ്ങളെ എന്ന് പറയും, എന്ത് ചെയ്യണം? നിൽക്കണോ പോണോ? അന്നേരമാണ് മിഖ്ദാദ് ബിനുൽ അസ്വദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റത്. യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം മുഹാജിറാണ്, മക്കക്കാരനാണ്. മൂസയുടെ ഖൗമ് പറഞ്ഞ പോലെ ഞങ്ങൾ ഒരിക്കലും നിങ്ങളോട് പറയൂല. ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നാ ഹാഹുനാ ഖാഇദൂൻ. ഫലസ്തീനിലേക്ക് പോവാൻ പറഞ്ഞപ്പോൾ ബനൂ ഇസ്രായേൽ എന്ത് പറഞ്ഞു? മൂസ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തിട്ട് വാ, നമ്മൾ ഇവിടെ ഉണ്ട്, ജയിച്ചിട്ട് വരുമ്പോൾ നമ്മൾ കൂടെ കൂടിക്കോളാം. നമ്മളത് പറയില്ല. ബൽ നഖൂലു ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നനാ മഅകുമാ മുഖാതിലൂൻ. നബിയേ, നമ്മൾ ഇങ്ങനെ പറയുള്ളൂ, നിങ്ങളും റബ്ബും ഇറങ്ങുക, നമ്മളും നിങ്ങളോടൊപ്പം യുദ്ധത്തിനുണ്ടാവും. എന്ത് കിട്ടി കൈവലുണ്ടായിട്ടാ പറയുന്നത്? ഒന്നുമില്ല, വിശ്വാസം മാത്രം, തൗഹീദ് മാത്രം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പക്ഷെ റസൂലുള്ളാഹിക്ക് സന്തോഷമില്ല. 4ാമതും ചോദിച്ചു, അശീറു അലയ്യ അയ്യുഹന്നാസ്. ഈ ചോദ്യം 4ാമത് ആവർത്തിച്ചപ്പം അൻസാരികളിൽപ്പെട്ട അതിബുദ്ധിമാനായ നേതാവിന് സംഭവം കിട്ടി. ആരാണത്? സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. അള്ളാന്റെ അർശിനെ ഉറപ്പിച്ച ടീമില്ലേ, ആ മഹാൻ എഴുന്നേറ്റു, യാ റസൂലല്ലാഹ്, അങ്ങ് നമ്മളെ ഉദ്ദേശിച്ച് പറയുന്നത് പോലെയുണ്ടല്ലോ മദീനക്കാരായ നമ്മളെ. നഅം യാ സഅദ്, എനിക്ക് നിങ്ങളുടെ അഭിപ്രായം അറിയണം. കാരണം നിങ്ങൾ എന്നോട് ബൈഅത്ത് ചെയ്തത് നോക്കിയേ, മദീനക്കാരെ മനസ്സിലെന്താ ഉള്ളത് ആരറിയുന്നില്ല. പിന്നെ എന്ത് കൈമറിയുന്നതായി പറയുന്നത് മനസ്സിലാകുന്നില്ലല്ലോ.
അള്ളാന്റെ റസൂൽ ഇല്ലാത്തൊരു സംഗതി ആർക്കാ ഉള്ള ദുനിയാവിൽ? പിന്നെ അൻസാരികളെ മനസ്സ് റസൂലിനൊക്കെ അറിയാൻ കഴിയുന്നില്ല. ഇവിടുത്തെ മഹാന്മാര് പുറത്തുനിന്ന് വരുന്ന ആൾക്കാരെ മനസ്സ് നേരത്തെ അറിഞ്ഞിരിക്കുന്ന മഹാന്മാരാ. പച്ച കളവാണ്, ചതിയാണ്, വഞ്ചനയാണ്. സത്യം മനസ്സിലായിക്കോളൂ. സാദെ എന്ത് പറയും, നിന്റെ അഭിപ്രായം പറയും. അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, കാരണം എന്താ അറിയോ, മദീനയിൽ വെച്ച് ഞങ്ങൾ ഞങ്ങളുടെ ഭാര്യമാരെയും മക്കളെയും സംരക്ഷിക്കുന്ന പോലെ നിങ്ങളെ സംരക്ഷിച്ചോളാം എന്നാണ് കരാറ്. ഇപ്പൊ ഉള്ളത് മദീനത്തുനിന്ന് 100 കിലോമീറ്റർ അപ്പുറത്താണുള്ളത്, ബദറില്. ഇപ്പൊ മദീനക്ക് പുറത്തുനിന്ന് അൻസാരികൾക്ക് ഇത് ബുദ്ധിമുട്ടാകുമോ എന്നുള്ളൊരു ഭയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാണ്. നമ്മൾ ഇപ്പം വന്ന ആൾക്കാരില്ലേ, യുദ്ധമുണ്ടെന്ന് പറഞ്ഞല്ലേ ഇവര്. ഇപ്പം മദീനത്തെ അൻസാറുകളായ നമ്മൾ വന്നിട്ടുള്ളത് അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ എല്ലാവരും വന്നില്ല, യുദ്ധത്തിനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ മദീന മുഴുവൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമായിരുന്നു. നമ്മളെപ്പോലെ കുറെ ആൾക്കാർ അപ്പുറത്ത് ഇനിയും കാത്തിരിപ്പുണ്ട്, അവരെയും വിളിക്കാൻ നമ്മൾ തയ്യാറാണ്. നമ്മളുടെ സ്വത്തോ മറ്റോ മുതലോ എന്ത് വേണമെങ്കിലും അങ്ങെടുത്തോളി, ആവശ്യമുള്ള എടുത്തു ബാക്കി തിരിച്ചു തന്നാ മതി. തിരിച്ചു തന്നതിനേക്കാൾ നമുക്കിഷ്ടം നിങ്ങൾ എടുത്തതായിരിക്കും. യാ റസൂലല്ലാഹ്, നിങ്ങള് ഹിജാസിന്റെ അങ്ങേ അറ്റം വരെ പോയാലും നമ്മൾ ബാക്കിലുണ്ടാവും. മല കയറാൻ പറഞ്ഞാലും ബാക്കിൽ നമ്മളുണ്ടാവും. കടലിൽ ചാടാൻ പറഞ്ഞാലും ബാക്കിൽ നമ്മളുണ്ടാവും. തീയിലൂടെ പോകാൻ പറഞ്ഞാലും ബാക്കിൽ നമ്മളുണ്ടാവും. നാളെ യുദ്ധക്കളത്തിൽ നിങ്ങളുടെ കൺകുളിർമയാകുന്ന പലതും നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരും ചെയ്യും. റസൂലേ, ഇബ്നു മസ്ഊദ് പറയാണ്, ഹദീസിന്റെ റാവി, സഅദിന്റെ വായിൽ ഇത് കേട്ടപ്പോഴേക്കും അശ്റഖ വജ്ഹുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ മുഖം പൂർണ്ണ ചന്ദ്രനെ പോലെ പ്രകാശിച്ചു. തങ്ങൾ ചാടി എണീച്ചിട്ട് പറഞ്ഞു, അബ്ശിറു അബ്ശിറു, സന്തോഷിച്ചോളീൻ, 2-1 എന്റെ റബ്ബ് എനിക്ക് തരുമെന്ന് വാഅദ ചെയ്തിട്ടുണ്ട്. രണ്ടിലൊന്ന്, ഒന്നെങ്കിൽ അബൂ സുഫിയാന്റെ കച്ചവടം അത് പോയി, അല്ലെങ്കിൽ ഗനീമത്ത്, 2-1 എനിക്ക് കിട്ടുമെന്ന് ഉറപ്പാണ്. തയ്യാറായിക്കോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജോഷാക്കി പട്ടാളക്കാരൻ. പക്ഷേ അവർ ഇതുവരെ യുദ്ധം ചെയ്തിട്ടില്ല. അൻസാരികളിൽ പലരും ഇതുവരെ യുദ്ധം ചെയ്യാത്ത പച്ച ചെറുപ്പക്കാരാണ്. മനസ്സിൻ്റെ ഉള്ളിൽ പേടിയുണ്ട്, നാളെ എന്താ നടക്കുക. 1000-ഓളം വരുന്ന പട്ടാളക്കാരുണ്ട്, നമ്മൾ ഇത്ര ആൾക്കാരേ ഉള്ളൂ. അവർക്ക് സർവ്വസന്നാഹങ്ങളുണ്ട്, നമ്മുടെ കൈമേൽ ഒന്നുമില്ല. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് നമ്മളൊരു തമ്പ് കെട്ടിത്തരാം. നമ്മൾ ബദറിൽ പോയി ഒരു പള്ളി കാണുന്നില്ല, മസ്ജിദ് ഹരീഷ്. ഹരീഷ് ആ തമ്പിന്റെ പേരാണ്. ആ പള്ളി നിൽക്കുന്ന സ്ഥലത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബദറിൽ സഹാബത്ത് ആ തമ്പ് കെട്ടിക്കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, നബിയെ, നാളെ യുദ്ധം നടക്കും, അഥവാ നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ നിങ്ങളെ കാത്ത് മദീനത്ത് കുറെ ആൾക്കാർ ഇരിപ്പുണ്ട്, നിങ്ങൾക്കൊന്നും സംഭവിച്ചുകൂടാ, അതുകൊണ്ട് ഈ തമ്പിനകത്തേ ഇരിക്കാവൂ, പുറത്തേക്ക് നിങ്ങൾ വരാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഅദിന് വേണ്ടി ഒരുപാട് ദുആ ചെയ്തു. ഇവിടെ ഉലമാക്കൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇപ്പൊ നമ്മള് മൗലാന്മാരെ വിളിച്ച് കാവലാക്കുന്ന ആരെയാ? അല്ലേ? അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമ്പ് കെട്ടിയിട്ട് പുറത്ത് സഹാബാക്കളെ കാവലാക്കിയിട്ട് റൂം കയറിയത്. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹയാത്തോടെയുള്ള പ്രവാചകൻ ആ തമ്പിനകത്ത് നിന്നപ്പം പട്ടാളക്കാര് പുറത്ത് വാളും പിടിച്ചിട്ട് കാവൽ നിൽക്കുന്നു റസൂലുള്ളാഹിനെ സംരക്ഷിക്കാൻ. പിന്നെ ആരാ നമ്മളെ സംരക്ഷിക്കാൻ വഫാത്തിന് ശേഷം? അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകദേശം രാത്രിയോടെ ഖുറൈശി പട്ടാളം ബദറിലെത്തി. അവര് തിന്നും കുടിച്ചും കള്ളു കുടിച്ചും പാട്ടുപാടിയും നൃത്തം ചവിട്ടിയും ബഖറൻ വലിഅ അന്നാസ്, അഹങ്കരിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഈ പട്ടിണി പാവങ്ങൾക്ക് ഒന്നുമില്ല, എന്താ ചെയ്യേണ്ടതില്ല. യാത്രയാണെങ്കിൽ ഒരു വ്യക്തി 100 കിലോമീറ്ററോളം, 3 ആൾക്കൊരൊട്ടൊക്കെ നമ്മൾ പറഞ്ഞു, നടന്ന് ക്ഷീണിച്ച് അവശരായി തിന്നാൻ ഭക്ഷണം പോലും ഇല്ലാണ്ട് ഇരിക്കുന്നു. അള്ളാഹു എന്താ ചെയ്തെന്നറിയോ? ഇത് അള്ളാഹു അവർക്ക് ആ രാത്രിയിൽ നല്ല ഒരു ഉറക്കം കൊടുത്തു. ശരിക്കും മനസ്സ് പേടിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ഉറക്കം വരുമോ? ഇല്ല, ഉറക്കം നഷ്ടപ്പെടലാണ്. ടെൻഷൻ അടിച്ചിരിക്കുന്ന നാളെ ഒരു വലിയ ഇന്റർവ്യൂ നടക്കാൻ പോവാണ്, രാത്രി ഉറക്കം കിട്ടില്ല. പെരുന്നാളിന്റെ രാത്രി എപ്പോഴാണ് നമ്മൾ ഉറങ്ങല്? ഉറങ്ങലുണ്ടാ? നമുക്കൊന്നും ഉറക്കം കിട്ടില്ല. നാളെ പെരുന്നാളിന്റെ കുത്തുബ എന്താ പറയാ പഠിച്ചവനെ, അത് ചിന്തിച്ച് 2 മണി 3 മണിക്ക് ഉറച്ചൊന്നും ഉറങ്ങും.
പുതിയ കുപ്പായം ഇടാൻ വേണ്ടിയുള്ള പൂതി. ഇപ്പം പിന്നെ അതില്ല. ഇപ്പം ആഴ്ചക്കാഴ്ചക്ക് പുതിയ വാങ്ങുന്നതിനെ കൊണ്ട് രസമില്ല. പണ്ട് കാലത്തൊക്കെ ഒരു ചെരുപ്പെല്ലാം വാങ്ങിയാൽ എന്തായിരുന്നു അതിൻ്റെ രസം പെരുന്നാൾക്ക് ഇടാൻ. ഉറക്കം വരില്ല. പക്ഷെ അള്ളാഹു സഹാബാക്കളെ ഉറക്കി. ഇത് യുഗശീക്കുമുൻ നുആസ്, നല്ല ഉറക്കം അള്ളാഹു വന്ന് രാത്രി അവർക്ക് കൊടുത്തു. എന്തിനാ അറിയോ? പിറ്റേന്ന് രാവിലെ ആകുമ്പോഴേക്ക് എന്താവണം? നല്ലൊരു ഫ്രഷ് ആയിട്ട് എണീക്കണം. അങ്ങനെ ഉറങ്ങിപ്പോയി. അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എത്രത്തോളം ഉറങ്ങിയെന്നറിയോ? ഉറങ്ങിയിട്ട് എൻ്റെ കൈമെന്ന് വാളങ്ങ് താഴെ വീണുപോയി. അത്ര മതിമറന്ന ഗാഠനിദ്രയിലേക്ക് പോയി സഹാബാക്കൾ എല്ലാവരും സുഖമായി. പിന്നെന്തല്ല ചെയ്തെന്നറിയോ? ഉറങ്ങിക്കിടക്കുന്ന സഹാബാക്കൾക്ക് അന്ന് രാത്രി, പിറ്റന്നാൾ യുദ്ധം നടക്കുന്ന വെള്ളിയാഴ്ച 17 ഇത് 16 റമദാൻ 16 നല്ല മഴ പെയ്തു. ഭയങ്കര മഴയുമല്ല, ചാറ്റലുമല്ല. സുഖസുന്ദര, എല്ലാവരുടെ ശരീരവും നനഞ്ഞു. പാത്രങ്ങളിലൊക്കെ നല്ല വെള്ളം നിറഞ്ഞു. ഉള്ള ഒട്ടകങ്ങളും കുതിരയൊക്കെ എന്ത് ചെയ്തു? നല്ല വെള്ളവും കുടിച്ചു. മണ്ണെന്തായി? മരുഭൂമി മണ്ണല്ലേ. ഈ മണ്ണ് നനഞ്ഞിട്ട് എന്തായി? നല്ലൊരു ഉറപ്പുള്ള അവസ്ഥയിലായി. അതേസമയത്ത് ഇവരുള്ള താഴെയാണ്. കുറേശ്ശികളുള്ള താഴെ. ഇന്ന് ബദലിൽ പോയി നമുക്ക് മനസ്സിലാവും. പള്ളി മുകളിലാണ് നിൽക്കുന്നത്, അതിന്റെ താഴെയാണ് കുറേശ്ശികൾ. വെള്ളം മൊത്തം ഒളിച്ചിട്ട് എങ്ങോട്ടാൻ പോകുന്നു? ഇവർ നിൽക്കുന്നിടത്തേക്ക്. അവിടെ വെള്ളം കൊണ്ട് ആകെ കളിയും ചളിയും ഒക്കെ ആയ ബുദ്ധിമുട്ട്. ഇവര് നല്ല ഉറക്കം, നല്ലൊരു മഴ. ഈ രണ്ട് കാര്യവും, ഈ ഉറക്കും, ഇബ്നു മസ്ഊദ് പറഞ്ഞു റളിയല്ലാഹു അൻഹു, എന്തെങ്കിലും വലിയ ഹമ്മ് പ്രയാസമുള്ള സമയത്ത് ചെറിയൊരു ഉറക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഫഹുവ മിനല്ലാഹ്, അത് അള്ളാഹു അടിമക്ക് കൊടുക്കുന്ന ഔദാര്യമാണ്. ടെൻഷൻ സിക്കുമ്പോൾ ഒരു ചെറിയൊരു ഉറക്ക്. എന്നാൽ വന്നുആസു ഫിസ്സലാത്തി മിനശ് ശൈത്താൻ, നിസ്കാരം പോലെയുള്ള അമലുകളിൽ ഉറക്കം വരുന്നെങ്കിൽ അത് ശൈത്താന്റെ പരിപാടിയാണ്. സുജൂദിൽ ഉറങ്ങിപ്പോക്കില്ലേ? പക്ഷെ ഒരുത്തന്റെ സുജൂദിലുള്ള ഉറക്കം കണ്ടിട്ട് അള്ളാഹു ചിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആരുടെയാ? തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്, ഖിയാമുൽ ലൈൽ നിസ്കരിക്കുന്നുണ്ട്. എണീച്ചു, എങ്ങനെയല്ലോ എണീച്ചു. അങ്ങനെ അള്ളാഹിന്റെ മുമ്പിൽ സുജൂദിൽ വീണു, ഉറങ്ങിപ്പോയി. ആ ഉറക്ക് കണ്ടിട്ട് അള്ളാഹു ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നസീബാക്കി തരട്ടെ. നമുക്ക് അമൽ ചെയ്യാനുള്ള ആഗ്രഹം വേണം. ആരെ ഈ ചെയ്യേണ്ട ഈ അമലൊക്കെ? നമ്മൾ സെലഫികളല്ലേ, സെലഫി പള്ളിയല്ലേ അമലുകളെ കൊണ്ട് പിന്നെ നിറയേണ്ടത്. ഉമർ റളിയല്ലാഹു അൻഹു അവസാനത്തെ 10 മദീനത്ത് എന്താ ചെയ്തെന്നറിയോ? റസൂൽ ചെയ്തിട്ടില്ലേ? അൽ ആഖിലു തക്ഫീഹിൽ ഇഷാറ, ബുദ്ധിമാന് സൂചന മതിയാവും. ഞാൻ പറയുന്നത് മനസ്സിലായിക്കോളൂ. റസൂൽ വിളക്കെത്തിച്ചില്ല മദീനത്തെ പള്ളിയിൽ, രാഷ്ട്രീയത്തിൽ. അവസാനത്തെ 10 ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പള്ളി മൊത്തം ലൈറ്റ് എത്തിച്ചു. സഹാബാക്കൾ എന്താ ചോദിക്കേണ്ടത്? ശരിക്കും നമ്മളെന്താ ചോദിക്കല്? ആരുടെ ഈ ഖുറാഫി വിജയത്ത് കൊണ്ടിരുന്ന പള്ളിയിലേക്ക് ഒരു ലൈറ്റ് ഇടൽ ഇതുവരെ ഇല്ലാത്തൊരു പരിപാടി അല്ലേ? അങ്ങനെ പറയാ. കുറെ ഖുറാഫികളും കുറെ മുരീദന്മാരും താടിക്കാരും ഒരു ലൈറ്റും ആളും ബഹളവും നിസ്കാരവും. അലി റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് കയറി വന്നു. നോക്കുമ്പോൾ കണ്ട് ഫുള്ള് ലൈറ്റ്. അദ്ദേഹം പറഞ്ഞെന്താ അറിയോ? യാ ഉമർ യബ്നൽ ഖത്താബ് നവ്വറല്ലാഹു ഖബറക് കമാ നവ്വർത മസ്ജിദ റസൂലില്ലാഹ്. അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളി പ്രകാശിപ്പിച്ച പോലെ അള്ളാഹു നിങ്ങളെ ഖബർ പ്രകാശിപ്പിച്ചേരട്ടെ. അതാ സലഫുകൾ. പിന്നെ അതാണ് സലഫുകൾ. അവരെ പിന്തുടരുന്നവന്റെ പേരാണ് സലഫി. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഉറക്കവും ഈ ചെറിയ മഴയും അത് കൊടുത്തതിനെ പറ്റി പറഞ്ഞെന്താ അറിയോ? സൂറത്തുൽ അൻഫാൽ, ലിയർബിത അലാ ഖുലൂബികും വയുസബ്ബിത ബിഹിൽ അഖ്ദാം. നിങ്ങളുടെ മനസ്സിന് നല്ലൊരു ദൃഢതയും ഒരു ഉഷാറും നാളെ യുദ്ധക്കളത്തിൽ കാലം ഉറച്ചു നിൽക്കാനുള്ള ഒരു ആവേശവും ഒക്കെ തരാനായി നല്ല എന്താ പറയാ, ഫ്രഷ്, നല്ല ഉറക്കം ഉറങ്ങി, നല്ല വെള്ളം രാവിലെ എല്ലാവരും ഒണിച്ച് കുടിച്ച് നല്ലോണം വുദൂ ചെയ്ത് നല്ല ടിഫിൻ, നല്ല ഉറക്ക്. പിറ്റേന്ന് രാവിലെ 17 വെള്ളിയാഴ്ച മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഇവരെ വിളിക്കുന്നത്. അസ്സലാ അസ്സലാ, എണീക്ക് എണീക്ക്, സമയായി, സുബ്ഹിക്ക് വിളിക്കുന്ന അള്ളാഹുവിന്റെ റസൂലാണ്. അങ്ങനത്തെ ഉറക്കം അള്ളാഹു കൊടുത്തു, റാഹത്തായിട്ട് ഉറങ്ങി. അപ്പുറത്ത് 1000-ഓളം വരുന്ന പട്ടാളക്കാരുണ്ട്, ശത്രുക്കള്. അവരെ മുമ്പിൽ നിന്നിട്ട് ഉറങ്ങാൻ കഴിയില്ല. പക്ഷെ അള്ളാഹു നല്ല റാഹത്തിലൊരു ഉറക്കി. ഇതെല്ലാം അള്ളാഹുവാ ചെയ്തു കൊടുക്കുന്നിട്ടോ, അവരൊന്നും സ്വന്തം ചെയ്യുന്നല്ല. അതുകൊണ്ട് സ്വന്തം ഒന്നും പറ്റൂല. അവർക്ക് ചെയ്തു കൊടുത്ത അള്ളാഹിനെ മാത്രമേ നമ്മളും കാണാവൂ. അവരെല്ലാം കാണേണ്ടത് അവർക്ക് കൊടുത്ത അള്ളാഹുവിനെ.
അലി റളിയല്ലാഹു അൻഹു പറയാണ്, രാത്രി എൻ്റെ കണ്ണൊന്ന് തുറന്നു, ഞാൻ ഞെട്ടി എണീച്ചു. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ തമ്പിനടുത്തേക്ക് നോക്കുമ്പം തങ്ങൾ ഉറങ്ങിയിട്ടില്ല. തൻ്റെ കൂടെ വന്ന പട്ടാളക്കാർ ഗാഠനിദ്രയിലാണ്. പക്ഷെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്ക് വരാണ്ട് കരയാണ്. ഞാൻ നോക്കുമ്പം കൈ കക്ഷം കാണുന്ന തരത്തിൽ കൈ മുകളിലേക്ക് പൊക്കിയിട്ട് വിളിക്കുകയാണ്, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം അൻജിസ് വഅദക്. ഏ അല്ലാഹ്, നീ എനിക്ക് തന്ന വഅദ പൂർത്തിയാക്കണം. ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബ, എൻ്റെ കൂടെയുള്ള ഈ ചെറു സംഘം നാളെ പരാജയപ്പെട്ടു പോയാൽ ലൻ തുഅബദു ബഅദ്, നിന്നെ പിന്നെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഇവിടെ ആരും ഉണ്ടാവില്ല. നിനക്ക് മാത്രം വിവാദത്ത് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. എൻ്റെ കയ്യിൽ എൻ്റെ പട്ടാളക്കാർക്ക് കൊടുക്കാൻ ഒന്നുമില്ല. ഞാൻ പാപ്പരല്ല. ആയുധമില്ല, ഭക്ഷണമില്ല, വെള്ളമില്ല, ചെരുപ്പില്ല, വസ്ത്രമില്ല, പടയങ്കിയില്ല. അല്ലാഹുവേ, നീ എൻ്റെ ഈ സംഘത്തെ നീ സഹായിക്കണം. നീ എന്നോട് വാദ ചെയ്ത സഹായം നീ എനിക്ക് തരണം. ഇത് പറഞ്ഞ് കരഞ്ഞിട്ട് താടിയിലൂടെ കണ്ണീരിങ്ങനെ ഒഴിക്കുന്നത് അലി ഇബ്നു അബീ ത്വാലിബ് കാണുക. ബദറിൻ്റെ രാത്രിയിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനോട്. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ പറഞ്ഞു, എന്തെങ്കിലും പ്രയാസം വന്നാൽ, ബുദ്ധിമുട്ട് വന്നാൽ ആരെ വിളിക്കണം? എന്ത് വിളിക്കണം? ബദരീങ്ങളെല്ലാം വിളിക്കേണ്ടത്. ആ ബദരീങ്ങളുടെ സേനാധിപൻ രാജാവ് തമ്പെന്ന് വിളിച്ചു, യാ ഹയ്യു യാ ഖയ്യൂം. അതാ വിളിക്കേണ്ടത്. എന്താ ഇതിൻ്റെ അർത്ഥം? യാ ഹയ്യു, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ, ഒരിക്കലും മരിക്കാത്ത അള്ളാഹുവിനെ. അത് അള്ളാഹിൻ്റെ അർഹതയാണ്. അടിമക്ക് വിളിക്കാൻ ഒരിക്കലും മരിക്കില്ല. അൽ ഖയ്യൂം, അടക്കി ഭരിക്കുന്നവൻ. ആകാശവും ഭൂമിയും കടലും പർവ്വതവും സമുദ്രവും തിരമാലയും പക്ഷിപർവാദികളും ജീവജാലങ്ങളും വമാ തഹ്ത സറ, മണ്ണിൻ്റെ ഉള്ളിലുള്ളതും മനുഷ്യൻ കാണുന്നതും കാണാത്തതും അറിഞ്ഞതും അറിയാത്തതും സർവ്വതിൻ്റെയും മാലിക് അല്ലാഹുവാണ് അൽ ഖയ്യൂം. എല്ലാത്തിനെയും കറുത്ത പാറക്കെട്ടിനടിയിലൂടെ അരിച്ചരിച്ച് നടന്നു നീങ്ങുന്ന ആ കറുത്ത ഉറുമ്പിൻ്റെ ചെറിയ കാലടി ശബ്ദം പോലും കേൾക്കുന്ന ഖയ്യൂമായ റബ്ബ്. ആർക്കാ കേൾക്കാൻ പറ്റുക? ആ വിളിയാ റസൂലുള്ളാഹി വിളിച്ചു, യാ ഹയ്യു യാ ഖയ്യൂം. അതുകൊണ്ട് ബുദ്ധിമുട്ട് വരുമ്പം കൈപൊക്കിയിട്ട് ആ വിളി വിളിക്കണം, യാ ഹയ്യു യാ ഖയ്യൂം. ചില ഉലമാക്കൾ പറഞ്ഞു, ഇസ്മുല്ലാഹിൽ അഅ്ദം, ഇസ്മുൽ അഅ്ദം, അള്ളാഹിന്റെ പേരുകളിൽ ഏറ്റവും ഉന്നതമായ പേര് യാ ഹയ്യു യാ ഖയ്യൂം ആണെന്ന് പറഞ്ഞു. കാരണം അതാ റസൂലുള്ളാഹി തങ്ങൾ ബദറിൽ ആ തമ്പിൽ ഇന്ന് രാത്രിയിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അന്ന് രാത്രിയിൽ ഒരു ചെറിയ മയക്കം അള്ളാഹു കൊടുത്തു. ഈ ദുആക്ക് ശേഷം ആ മയക്കത്തിൽ ഒരു സ്വപ്നം കണ്ടു. അള്ളാഹു പറഞ്ഞു, ഇദ് യുരീകഹുമുല്ലാഹു ഫീ മനാമിക ഖലീലൻ. നബിയേ, ആ ചെറിയ മയക്കത്തിൽ എന്താ കാണുന്നറിയോ? അപ്പുറത്തുള്ള ശത്രുപക്ഷത്തിലെ പട്ടാളക്കാർ ചുരുങ്ങിയ പോലെ, അങ്ങനെ കുറച്ചായതുപോലെ പെട്ടെന്ന് തന്നെ ബോധത്തിലേക്ക് വന്നു. അതൊരു സന്തോഷ വാർത്തയായിരുന്നു. അതായത് പേടിക്കൊന്നും വേണ്ട, നാളെ നിങ്ങൾ തന്നെയാണ് ജയിക്കാൻ പോകുന്നത്. അത് സഹാബത്തിനെ അറിയിക്കുകയും ചെയ്തു. ഇബ്നു മസ്ഊദ് പറഞ്ഞു റളിയല്ലാഹു അൻഹു, പിറ്റേന്ന് രാവിലെ നമ്മുടെ യുദ്ധത്തിന് വേണ്ടിയിട്ട് സൈന്യം നിൽക്കുമ്പം ഞാനിങ്ങനെ നോക്കുമ്പം 10-70 പേരൊക്കെ ഉള്ള പോലെ എനിക്ക് തോന്നുള്ളൂ. എത്ര ആളുണ്ട്? 1000 ആൾ. അള്ളാഹു പറയും, നിങ്ങളെ കണ്ണുകൾക്ക് ഞാൻ എന്ത് ചെയ്തു? അവരെ ചുരുക്കി. കാരണം സമാധാനം കൊടുക്കാൻ. നമ്മൾ 300 ഉണ്ട്, അവരാകെ എത്രയേ ഉള്ളൂ? 70 ഉള്ളൂ. പെട്ടെന്ന് തുഫാനാക്കിയിട്ട് അങ്ങ് പോവാം. ആ ഒരു ധൈര്യം കൊടുക്കാൻ. അപ്പൊ ഞാൻ അടുത്തു നിന്ന സഹാബിയോട് ചോദിച്ചു, അവർ 70 പേരോ മറ്റോ ഉള്ളൂ തോന്നുന്നല്ലേ? അപ്പൊ ആ സഹാബി പറയാം, അല്ലപ്പാ 100 ആണെങ്കിലും ഉണ്ടാവും. എത്രയുണ്ട്? 1000. അപ്പൊ സഹാബത്തിന്റെ കണ്ണിൽ അള്ളാഹു അതിനെ കുറച്ചു. അതേ സമയത്ത് അവർക്ക് അള്ളാഹുവോ വയുകസ്സിറുക്കും, അവര് നോക്കുമ്പം 1000-ലധികം പട്ടാളക്കാർ നിൽക്കും പോലെയുള്ള കാഴ്ച. ഇതെല്ലാം ആരാ ചെയ്തു കൊടുക്കുന്നത്? പിന്നെ ഓനെ വിട്ടിട്ട് എങ്ങോട്ടേക്ക് പോകുന്നത്? ഇതെല്ലാം അള്ളാഹു ഓരോന്ന് ചെയ്തിട്ട് ഖുർആനിൽ പറഞ്ഞു, ഞാൻ അങ്ങനെ ആക്കി കൊടുത്തു, ഞാൻ ഇങ്ങനെ ആക്കി കൊടുത്തു, മഴ കൊടുത്തു, അങ്ങനെ ഉറക്കം കൊടുത്തു, ഇങ്ങനെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് നമുക്ക് ആന്താനം വേണ്ട, നമുക്ക് പിന്നെ അതേ വേണ്ടത്. അവൻ ആർക്ക് കൊടുത്തോ അവരെ പോലെയാവുക. ഈമാനിലും അമലിലും വിശ്വാസത്തിലും ഒക്കെ അവരെ പോലെയാവുക. ആശ്രയിക്കുന്നതോ അവർക്കെല്ലാം കൊടുത്ത ആ അള്ളാഹുവിനെയാവുക. അതാ വേണ്ട. പിറ്റേന്ന് രാവിലെ വെള്ളിയാഴ്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിനുള്ള പരിപാടി ഇട്ടു. ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ കൂട്ടത്തിൽ എവിടെ ഖുറൈശ് പട്ടാളക്കാർക്കിടയിൽ ഒരുത്തരിങ്ങനെ കറങ്ങി നടക്കുന്നു. ഇടയ്ക്ക് അബൂജഹലിനെ പോയിട്ട് കാണും.
പഠിക്കണ്ട, ഞാനുണ്ട്. പിന്നെ പോയിട്ട് ഉത്തവനെ കാണും. ഒറ്റവ എന്താ വിഷമമുണ്ടോ? ഒന്നും പഠിക്കണ്ട, ഞാനുണ്ട്, എൻ്റെ കൂടെ എൻ്റെ ഗോത്രം എല്ലാം ഉണ്ട്. പിന്നെ അപ്പുറത്ത് പോയിട്ട് ഒക്കുബനെ കാണും. ഒക്കുബ എന്തുണ്ട്, ധൈര്യക്കുറവുണ്ടോ, പേടിയുണ്ടോ? ഒന്നും വേണ്ട, ഞാൻ കൂടെ ഉണ്ട്. ആരായിരിക്കും? ശൈത്താൻ. ആരെ കോലത്തിലാ പറയും? സുറാഖത്ത് ബിൻ മാലിക്കിന്റെ. കാരണം ബനൂ കിനാന ഗോത്രത്തിന്റെ നേതാവാണ് സുറാഖ. അതിന്റെ ബാക്കിലൊക്കെ കുറെ സംഭവങ്ങൾ, ചരിത്രം പോയാൽ അങ്ങോട്ട് പോണ്ടി വരും. ബനൂ ബക്കർ ഗോത്രവും ഖുറൈശികളും തമ്മിൽ കുടിപ്പകയുള്ള കാലാണ്. കാരണം ബനൂ ബക്കറിൽപ്പെട്ട ഒരാളെ ഖുറൈശി കൂട്ടത്തിൽപ്പെട്ട ഒരാൾ കൊന്നിട്ടുണ്ട്. പണ്ടങ്ങനെയാണല്ലോ, ഒരു കൊലപാതകം എന്നാൽ തിരിച്ചൊന്ന് കൊല്ലുന്നവരെ സമാധാനം കിട്ടൂല. ബനൂ ബക്കർ ഗോത്രവും ഖുറൈശികളും തമ്മിലുള്ള ഈ കുടിപ്പകയില് പട്ടാളം മക്കത്ത് നിന്ന് വരുമ്പം ഖുറൈശികൾക്ക് ചർച്ച വന്നു. നമ്മൾ ആരും ഇല്ലാത്ത സമയം ബനൂ ബക്കർ ഗോത്രക്കാർ വന്നിട്ട് ആക്രമിച്ച് കളയോ മക്കത്ത് നമ്മളെ ആൾക്കാരെ എന്നുള്ളൊരു പേടിയുണ്ട്. അപ്പൊ ആ പേടിയില് ഇവര് യുദ്ധത്തിന് പോകാതിരിക്കോന്ന് പേടിച്ചിട്ട് ശൈത്താൻ എന്ത് ചെയ്തു? സുറാഖന്റെ കോലത്തിൽ വന്നു. സുറാഖയോ ബനൂ ബക്കർ ഗോത്രത്തിന്റെ ഉപഗോത്രത്തിന്റെ നേതാവാണ്. അപ്പൊ ഒരു ഗോത്ര നേതാവ് വന്നിട്ട് പറയുന്നു, ബനൂ ബക്കറിനെ പറ്റി ഒന്നും പേടിക്കണ്ട, അക്കാര്യം ഞാൻ ഏറ്റു. ഞാൻ പറഞ്ഞ അടവ് മനസ്സിലാകുന്നുണ്ടാ? അപ്പൊ ഒരു ഗോത്രത്തിന്റെ നേതാവ് വന്നിട്ട് നമ്മളെ ഗോത്രത്തെ പറ്റി പേടിക്കണ്ട, ഞാൻ ഏറ്റു എന്ന് പറയുമ്പോൾ ഖുറൈശികൾക്ക് എന്തായി? കാരണം പണ്ടേ അറബികൾ പറഞ്ഞ വാക്ക് പാലിക്കും. പ്രത്യേകിച്ച് ഗോത്ര നേതാക്കന്മാരുടെ ഒരു വാക്ക് പറഞ്ഞാൽ അത് പിന്നെ എൻ്റെ അപ്പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, അനുയായികൾ അനുസരിച്ചിരിക്കും. അതുകൊണ്ടാണ് ശൈത്താൻ ഈ കോലത്തിൽ വന്നത്. എന്നിട്ട് പറഞ്ഞു, ഇന്നി ജാറുല്ലക്കും, ഞാൻ അടുത്തന്നെ ഉണ്ടാവും, നിങ്ങളൊരു പേടിയും പേടിക്കണ്ട, ധൈര്യമായിട്ട് പോയിക്കോ. ഇവൻ കൂടെ വരുന്നുണ്ട്. ശൈത്താനാണ് സുറാഖിന്റെ കോലത്തിൽ, പാളയത്തിലും ഇവനുണ്ട്. എല്ലാവരെയും ചെന്ന് കണ്ട് സമാധാനിപ്പിച്ച്, ഒരു പേടിയും വേണ്ട, ഒരു ഭയവും വേണ്ട, നമ്മൾ ധൈര്യമായിട്ട് നിന്നോളി, നമുക്ക് നാളെ പാഠം പഠിപ്പിക്കണം. ആരെ? മുഹമ്മദിനെയും ആ പട്ടാളക്കാരെയും. വെള്ളിയാഴ്ച ബദർ റമദാൻ 17 നമുക്ക് നാളെ പറയാം. അന്ന് നടന്ന സുറാഖയുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു സംഭവമുണ്ട്. അള്ളാഹു ഖുർആനിൽ അത് വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞിരുന്നുണ്ട്. ബാത്തിലിനെ പിടിച്ചോൻ ജയിക്കൂല, അള്ളാഹു അല്ലാത്തവനെ പിടിച്ചോൻ ഒരു പിടിവള്ളി ഉണ്ടാവില്ല, അവസാനം കരയേണ്ടി വരും. അള്ളാഹുവിനെ പിടിച്ചോ മാത്രമേ ജയിക്കുള്ളൂ. ഫഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ, അള്ളാഹിന്റെ ഭാഷ്യം പിടിച്ചോളി, അവിടെ വിജയമുണ്ട്. ബാത്തിലിനെ പിടിച്ചവൻ പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. ആ വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും കഥ ബദർന്ന് പഠിക്കാനുണ്ട് നാളെ ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനും പാഠങ്ങൾ പഠിച്ച് ജീവിതത്തെ പരിവർത്തിപ്പിക്കാനും തോഫീക്ക് നസീബാക്കി തരണേ. പിന്നെ നമ്മുടെ ഇമാമുണ്ടല്ലോ അൻവർ, എല്ലാ വർഷവും പെരുന്നാളെന്നല്ലേ